ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഓസോസോണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒരു ഓസോസോൺ ഡെറിവേറ്റീവ് ഫോം ചെയ്യും. അപ്പം എന്താണ് ഈ ഓസോസോണിൻ്റെ ഫോമുല, അത് ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഫ്രക്ടോസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചർ അറിയണം. Glucose as well as fructose is a 6-carbon sugar and the molecular formula C6H12O6. Glucose is an aldohexose. Aldohexose means a 6-carbon sugar with an aldehyde group. അതേസമയം ഫ്രക്ടോസ് ആണെങ്കിൽ ഒരു കീറ്റോ ഹെക്സോസ് ആണ്. ഒരു 6-carbon ഷുഗറാണ്, പക്ഷേ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോ ഗ്രൂപ്പാണ്. അപ്പോൾ കീറ്റോ ഗ്രൂപ്പ് എപ്പോഴും മിഡിലാണ്, എൻഡിൽ വരാനൊക്കില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാർബൺ വിട്ടിട്ട് സെക്കൻഡ് കാർബണിലാണ് നമുക്ക് കീറ്റോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാവുന്നത്. ഇനി ബാക്കി എല്ലാ കാർബണും നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കൊണ്ട് ഫില്ല് ചെയ്യണം. കാരണം ഇതിനകത്ത് ഹൈഡ്രോക്സി ഗ്രൂപ്പ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. CHO CHOH. തേർഡ് കാർബണിൽ OH ലെഫ്റ്റ് സൈഡിലാണ് ഗ്ലൂക്കോസിനുള്ളത്. ബാക്കി HOH HOH ആൻഡ് ലാസ്റ്റ് CH2OH. അപ്പോൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ രീതിയിൽ CHO ഗ്രൂപ്പ് ടോപ്പിലും CH2OH ഗ്രൂപ്പ് താഴെയും എഴുതിയാൽ ഈ CH2OHൻ്റെ തൊട്ട് മുകളിലുള്ള OH റൈറ്റ് സൈഡിലാണെങ്കിൽ അത് D സീരീസ് എന്ന് പറയും. അപ്പോൾ ഇത് D ഗ്ലൂക്കോസാണ്. ഇനി നമുക്കിതുപോലെ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫ്രക്ടോസിൽ ഇവിടെ നമുക്ക് CH2OH ആണ്. C ഡബിൾ ബോണ്ടോ വന്നുകൊണ്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ തേർഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിലെ പോലെ തന്നെ OH ലെഫ്റ്റിലും ഹൈഡ്രജൻ റൈറ്റിലും. ദെൻ ഫോർത്ത് ഓൺവേർഡ്സ് HOH ആൻഡ് ലാസ്റ്റ്ലി CH2OH. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള സ്ട്രക്ചർ. ഈ ഡിഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. ഇത് D ഫ്രക്ടോസ്. കാരണം ഇവിടെയും CH2OHൻ്റെ തൊട്ട് മുകളിലുള്ള കാർബണിൽ OH റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് അത് D ഫ്രക്ടോസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓസോസോണിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. ഈ രണ്ട് കോമ്പൗണ്ടും അതിൻ്റെ ഓസോസോൺ ഫോം ചെയ്യുമ്പം അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH ഡബിൾ ബോണ്ട് NH C6H5 C ഡബിൾ ബോണ്ട് NH C6H5. ദെൻ പിന്നെ ഉള്ള കാർബൺ ആറ്റംസ് അവിടെ അത് റിയാക്ട് ചെയ്യുന്നില്ല, ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് രണ്ടിലും തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഇത് മൂന്നൂടെ ചേർത്തിട്ട് നമുക്ക് CHOH ത്രൈസ് എന്ന് കൊടുക്കാം. ലാസ്റ്റ് കാർബൺ CH2OH ആയിട്ട്. ഇതാണ് അത്. ഗ്ലൂക്കോസ് ആയാലും ഫ്രക്ടോസ് ആയാലും അതിൻ്റെ ഓസോസോൺ ഫോം ചെയ്ത് കഴിയുമ്പം ഫൈനൽ പ്രോഡക്റ്റിന് ഇതേ സ്ട്രക്ചറാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്, ബട്ട് ബോത്ത് ഓഫ് ദം ഫോം ദ സെയിം ഓസോസോൺ, ഓർ ദി ഓസോസോൺ ഹാസ് ദി സെയിം സ്ട്രക്ചർ വെദർ യു സ്റ്റാർട്ട് ഫ്രം ഗ്ലൂക്കോസ് ഓർ ഫ്രക്ടോസ്. ഇതിൻ്റെ കെമിസ്ട്രിയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ റിയാക്ഷൻസും എഴുതാം. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് CHO ഗ്ലൂക്കോസ്, ദെൻ CHOH മറ്റ് 3 കാർബൺ ആറ്റംസിൻ്റെ നമ്മൾ ഗ്രൂപ്പിനെ ഒരുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ CH2OH. അപ്പം എന്താണ് ഫിനൈൽ ഹൈഡ്രസോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓസോസോൺ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ആക്ച്വലി ദ റിയാക്ഷൻ പ്രോഡക്റ്റ് ഫോംഡ് ഫ്രം ഗ്ലൂക്കോസ് വിത്ത് എക്സസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ. അപ്പോൾ ഫിനൈൽ ഹൈഡ്രസീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് C6H5NH2. ഈ ഫിനൈൽ ഹൈഡ്രസീൻ കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ടാണ്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ എലിമിനേഷൻ റിയാക്ഷനാണ്. അപ്പം കാർബണൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഈ
നൈട്രജൻ്റെ H2NNHC6H5 ഇതിൽ നിന്ന് ഒരു H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഈ അഡിഷൻ നടക്കുന്നത് ഒരു സിമ്പിൾ മോളിക്യൂളിൻ്റെ എലിമിനേഷൻ വഴിയാണ്. ഇതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ഫിനൈൽ ഹൈഡ്രസീൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഇവിടെ 3 മോളിക്യൂൾസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ ഈ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യും. ഇതാണ് ഒരു സജസ്റ്റഡ് മെക്കാനിസം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു റിയാക്ഷൻ സ്റ്റെപ്പിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് മോളിക്യൂൾ ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ കംസ്. അപ്പോൾ നമുക്കത് സൗകര്യത്തിന് ഇങ്ങനെ എഴുതാം: C6H5NH2. അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്ന മോളിക്യൂൾ H2O ആണ്. സോ ഇവിടെ നിന്ന് നമുക്കൊരു H2O റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് CH, ഇവിടെ ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ആയതുകൊണ്ട് CH ഡബിൾ ബോണ്ട് NNHC6H5, then CHOH, then CHOH thrice CH2OH. അടുത്ത സ്റ്റെപ്പിൽ ഇതേ ഫിനൈൽ ഹൈഡ്രസീൻ ഒരു സെക്കൻഡ് മോളിക്യൂൾ വന്ന് റിയാക്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് C6H5NH2. ഇതിങ്ങനെ തന്നെ എഴുതുന്നത് എന്തെന്നാൽ ഇവിടെ ഫ്രീ CO ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഫിനൈൽ ഹൈഡ്രസീന് കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതില്ല ഇവിടെ. അത് ജനറേറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് മോളിക്യൂൾ ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ സഹായിക്കും. എങ്ങനെയെന്നാൽ ഈ സെക്കൻഡ് കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ 2 ഹൈഡ്രജനെയും ഈ NN ബോണ്ട്, ഇതിവിടെ ഒരു NN ബോണ്ട് കാണാം നിങ്ങൾക്ക്. അവിടെ വെച്ച് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇത് 2 സ്പ്ലിറ്റ് ആവുകയാണ്. ഒരു ഹൈഡ്രജനെ NH2 എടുത്തിട്ട് അതൊരു NH3 മോളിക്യൂളാവും. മറ്റ് ഹൈഡ്രജനെ C6H5NH2 എന്ന മറ്റൊരു മോളിക്യൂളാക്കി മാറ്റും. അപ്പോൾ അത് 2 മോളിക്യൂളാണ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് NH3, സെക്കൻഡ് മോളിക്യൂൾ ഈസ് C6H5NH2. അത് നമുക്കറിയാം അനിലീനാണ്. അങ്ങനെ 2 സിമ്പിൾ മോളിക്യൂളിൻ്റെ എലിമിനേഷൻ വഴി നമുക്ക് ഇവിടെ ഒരു CO ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യും. സോ ഇനി വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് NNHC6H5, then C double bond O is generated there, then you have CHOH thrice here and CH2OH. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ മോളിക്യൂളിൽ നമുക്ക് മൂന്നാമത്തെ ഫിനൈൽ ഹൈഡ്രസീനാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതുകൂടെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ NH2NNHC6H5. സോ ഇവിടുന്ന് ഒരു H2O എലിമിനേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പ്രോഡക്റ്റ് ഈസ് എന്താണ് കിട്ടുന്നത് നമുക്ക് ഇവിടെ ഫസ്റ്റിൽ നമ്മളിവിടെ ഒരു H ഉണ്ടായിരുന്നു, CHNH2. ഓക്കെ, CH ഡബിൾ ബോണ്ട് NNHC6H5, then C double bond NNHC6H5, then CHOH thrice CH2OH. അപ്പോൾ ഇത് ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് ഗ്ലൂക്കോസസോൺ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് ഫ്രക്ടോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ CH2OH, C ഡബിൾ ബോണ്ട് O, CHOH thrice CH2OH. ഇവിടെ ആദ്യത്തെ ഫിനൈൽ ഹൈഡ്രസീൻ വരുവാണ് H2NNHC6H5. നമുക്കിവിടെ നിന്ന് ആദ്യത്തെ H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. -H2O, യു ഗെറ്റ് CH2OH, C ഡബിൾ ബോണ്ട് NNHC6H5, CHOH thrice, then CH2OH. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് വേണ്ടുന്ന ഫൈനൽ പ്രോഡക്റ്റിൽ വേണ്ടുന്ന C ഡബിൾ ബോണ്ട് NNHC6H5 ആണ് ഫ്രക്ടോസിൻ്റെ കേസിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി സെക്കൻഡ് മോളിക്യൂൾ ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ C6H5NH2 വരുന്നു. ഈ NN ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെയും 2 ഹൈഡ്രജൻ വേണം. സോ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് ഒരു ഹൈഡ്രജനും കൂടെ ചൂസ് ചെയ്തിട്ട് ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു.
As in the previous case, there is a release of one molecule of ammonia and another molecule of C6H5NH2. And the product is now. But the two hydrogen പോയി കഴിയുമ്പോൾ there is an aldehyde generated, that is CHO, then C double bond N, NH, C6H5, then CHOH thrice CH2OH. With this, the third molecule of phenyl hydrazine, that is NH2, NH, C6H5 will combine by eliminating again one molecule of water. You get the same osazone, that is CH double bond N, NH, C6H5, C double bond N, NH, C6H5, CHOH thrice CH2OH. This time it is known as fructosazone. So what is glucose start ചെയ്തതുകൊണ്ട് അത് ഗ്ലൂക്കോസസോൺ എന്ന് പറഞ്ഞു, ഫ്രക്ടോസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഫ്രക്ടോസസോൺ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ആക്ച്വലി എ കോമൺ ഫോർമുല, ദാറ്റ് ഈസ് ദ ഫോർമുല ഓഫ് ഓസസോൺ. ഇതാണ് ഓസസോൺ റിയാക്ഷൻ. ഇതിൻ്റെ കറക്റ്റ് മെക്കാനിസം അല്ല, നമുക്ക് ഈ റിയാക്ഷൻ എഴുതാനായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ രണ്ട് കോമ്പൗണ്ടും ഒരേ ടൈപ്പ് ഓസസോൺ ഫോം ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പം ഇതാണ് ഫിനൈൽ ഹൈഡ്രസീൻ. ഇതിനകത്തുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് വെൻ റിയാക്ടിങ് വിത്ത് എക്സസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ യു ഗെറ്റ് ദ സെയിം പ്രോഡക്റ്റ് ഓസസോൺ. ആൻഡ് ദിസ് ഓസസോൺ ഫോർമേഷൻ ഇസ് എ സ്പെഷ്യൽ റിയാക്ഷൻ ഫോർ glucose and fructose. It helps in the identification and confirmation of glucose and fructose, because ഈ ഓസസോൺ എന്ന് പറയുന്നത് വളരെ ഒരു യെല്ലോ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ്. അപ്പോൾ അത് വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. അതിൻ്റെ ഫോർമേഷൻ, ആ ഒരു ഡെറിവേറ്റീവ് പ്രിപ്പറേഷൻ വഴി നമുക്ക് ഓസസോണിനെയും ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും കൺഫേം ചെയ്യാനും കഴിയും ഇൻ ദെയർ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക, ഇത് പല പ്രാവശ്യം എഴുതുക. ഈ മെക്കാനിസം എല്ലാം ഓർക്കണം. രണ്ട് കേസിലും ഫസ്റ്റ് മോളിക്യൂൾ ഓഫ് ഫിനൈൽ ഹൈഡ്രജൻ കണ്ടൻസ് ചെയ്യും. സെക്കൻഡ് മോളിക്യൂൾ വരുന്നത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ മാറ്റിയിട്ട് ഫസ്റ്റ് കേസിൽ അത് കാർബണൈൽ ഗ്രൂപ്പ്, അതായത് CHO ഉള്ളിടത്ത് ഒരു കാർബണൈൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, CO ഉള്ളിടത്ത് ഒരു CHO ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് മോളിക്യൂളിലും ഒരു CHO കാർബണിലും ഒരു CO കാർബണിലുമാണ് അഡിഷൻ നടക്കുന്നത്. അത് ഫസ്റ്റ് കാർബൺ എങ്ങനെ പോയാലും CH കാർബണാണ്, ആൽഡിഹൈഡിക് കാർബണാണ്. അതുകൊണ്ട് അവിടെ CH ഡബിൾ ബോണ്ട് N വരും. സെക്കൻഡ് കാർബൺ അത് ഈ ഇടയ്ക്കുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ അതിനകത്ത് ഹൈഡ്രജൻ വരില്ല, അത് കാർബണൈൽ ഗ്രൂപ്പായിരിക്കും. അങ്ങനെ നമുക്ക് ഒരേ ഒരു ഓസോൺ തന്നെയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും നൽകുന്നത്. ഓക്കെ, നന്നായിട്ട് എഴുതി മനസ്സിലാക്കുക. എക്സാമിനേഷന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.